ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ. വിദേശ പര്യടനത്തിലുള്ള സർവകക്ഷി സംഘങ്ങൾ മടങ്ങിയെത്തിയ ശേഷം സമ്മേളനം ചേരാനാണ് ആലോചന. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇപ്പോൾ ആ ഒരു സർവകക്ഷി സംഘത്തിലെ അംഗങ്ങൾ പല രാജ്യങ്ങളിലാണ്. അവർ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തിരികെ എത്തിയിട്ട് ഓരോ രാജ്യങ്ങളിൽ നിന്നും ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണമാണ് ഉള്ളത്, ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഒരു ചർച്ച നടത്തുക എന്നതാണോ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്? അതിനൊരു തീയതി ആയിട്ടുണ്ടോ? ക്രിസ്റ്റീന, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള സൈനിക നടപടികൾ, ഒപ്പം നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടത്തിയ നീക്കങ്ങൾ എന്നിവ സംബന്ധിച്ച് വിശദീകരിക്കണമെന്നുമുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാർലമെന്റിന്റെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ച് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ സർവകക്ഷി സംഘങ്ങളുടെ വിദേശ പര്യടനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയോടെ ഓരോ സംഘങ്ങളായി മടങ്ങിയെത്താൻ ആരംഭിക്കും. ഇത്തരത്തിൽ മുഴുവൻ സംഘങ്ങളും മടങ്ങിയെത്തിയ ശേഷം പാർലമെന്റിന്റെ ഒരു സമ്മേളനം വിളിക്കുന്നതാണ് സർക്കാരിന്റെ ആലോചനയിലുള്ളത്. കാരണം ഈ സർവകക്ഷി സംഘത്തിന്റെ ഭാഗമായുള്ളത് എല്ലാം ഭൂരിഭാഗവും നിലവിലുള്ള MP-മാരാണ് എന്നതുകൊണ്ട് തന്നെ അവർ മടങ്ങിയെത്തിയ ശേഷം വിദേശ രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പാർലമെന്റിൽ വിശദീകരിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇതിനായി മുൻപ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനങ്ങൾ വിളിച്ചതിന്റെ വിശദാംശങ്ങൾ സർക്കാർ തേടിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും തീയതി സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമെടുക്കുക. നിലവിലെ സാഹചര്യത്തിൽ ജൂൺ 16-ന് പ്രത്യേക സമ്മേളനം വിളിക്കാനാണ് സാധ്യത. ക്രിസ്റ്റീന, ശരി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഈ മാസം തന്നെ വിളിച്ചേക്കും. വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്.